അപ്പോൾ എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പനീർ മസാലയാണ്. നല്ല അടിപൊളി പനീർ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം നമുക്ക്. ആദ്യമേ ഒരു തവ എടുത്ത് വെക്കുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പനീറിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് നമുക്ക് അരിയാം. നമ്മൾ സ്ലൈസ് ആയിട്ടാണ് ചെയ്യണത്. ഒരു സൈഡ് മാത്രം റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. രണ്ട് സൈഡ് വേണമെങ്കിലും ചെയ്യാം. ഒരു സൈഡ് മാത്രം ഒരു ഇച്ചിരി ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇതിനെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിനെ ഇട്ട് വെക്കുക. അതിൻ്റെ ആ സ്മൂത്ത്നെസ് പോവാതിരിക്കാനാണ് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി കുറച്ച് വെളുത്തുള്ളി എണ്ണയിലിടുന്നു. അങ്ങനെ സവാള, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ജാറിലേക്ക് ഇടുക. ഇത് ആറിയതിന് ശേഷം വേണം ജാറിലിടാൻ. ഒന്ന് ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിന ഇല ഇടുക. അതിനോടൊപ്പം കുറച്ച് മല്ലിയില, ഇതും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്യുക. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കറുവേപ്പില, ഗ്രാമ്പൂ, പട്ട, അതുപോലെ തന്നെ കുരുമുളക്, ഏലക്ക, തക്കോലം, ജീരകം, ഇത്ര സാധനം ഇടുന്നു. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് നമ്മൾ ഉണക്കിയ ഡ്രം സ്റ്റിക്കിൻ്റെ ഇലയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ജാറിൽ മസാല അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നു. നല്ലൊരു കൊഴുപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പനീറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിടുക. പനീറെല്ലാം മൊത്തത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി തിളയ്ക്കാൻ വയ്ക്കുക. എല്ലാ പനീറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തു.
നല്ല കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. ഉപ്പൊക്കെ രുചിക്ക് അനുസരിച്ച് നോക്കിയിട്ട് ഇടുക. അതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പനീർ മസാല ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.